നമസ്കാരം. ഇന്ന് മുദ്രയെക്കുറിച്ചുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഒരു വീഡിയോയുമായി വരുന്നത്. എൻ്റെ ക്ലയൻസിനും അതേപോലെ പുതിയ ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. ഒരു സെക്കൻഡ്. ഹലോ. ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. ഓക്കെ, മുദ്ര തന്നെയാണ്. ഓക്കെ, ഈ അടുത്ത സമയങ്ങളിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് മുദ്ര ലോണ് കൂട്ടിയതായിട്ട്, അതായത് മുദ്ര ലോൺ എന്ന് പറഞ്ഞാൽ മാക്സിമം 10 ലക്ഷം രൂപ വരെയായിരുന്നു മുദ്ര ലോണിൻ്റെ പരിധി എന്ന് പറയുന്നത്, വിത്തൗട്ട് എനി കൊളാറ്ററൽ സെക്യൂരിറ്റി. പല ലോണുകളിലെ ഒരു കാറ്റഗറിയാണ് മുദ്ര എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷത്തേക്ക് കൂട്ടിയായിരുന്നു. 20 ലക്ഷം വരെ നമുക്ക് മുദ്ര ലോൺ എടുക്കാം എന്നുള്ള രീതിയിലാണ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് ബഡ്ജറ്റ് പാസ്സായി പാർലമെൻറ്റിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുമ്പം നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് ബാങ്കുകളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകും. ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് പിറ്റേ ദിവസം മുദ്രയുടെ എമൗണ്ട് കൂട്ടി എന്ന് അറിഞ്ഞ അന്ന് മുതൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ പ്രോജക്റ്റ് ചെയ്ത് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള പല സ്ഥാപനങ്ങളും പല വ്യക്തികളും കൂടാതെ പുതിയതായിട്ടുള്ള ആൾക്കാരും അവരുടെ റെഫറൻസ് മുഖാന്തരവും തുടർച്ചയായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എൻ്റെ അടുത്ത് നേരിട്ട് വരുന്നവരെ കുറിച്ച് എല്ലായിടത്തും ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വരുന്നതുകൊണ്ടും ഞാനത് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് വന്നത്. കാരണം എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാംസിനെ ബേസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് മുദ്ര എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വരെയുള്ള കൊളാറ്ററൽ ഫ്രീ ആയിട്ടുള്ള ലോണാണത്. ഇന്ത്യയിൽ MSME സെക്ടറിൽ അല്ലെങ്കിൽ SME സെക്ഷനിലുള്ള ഏത് പ്രോഗ്രാംസിനായാലും, അത് സർവീസ് ഇൻഡസ്ട്രി ആവട്ടെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആവട്ടെ, ഈ രണ്ട് കാറ്റഗറിക്കും ഒരു SME സെക്ഷനിലെ ലോണിനാണ് പോകുന്നതെങ്കിൽ അപ് ടു 10 lakh rupees വരെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയും കൊടുക്കണ്ട എന്നുള്ളത് ഒരു നിയമമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്കുകൾ കൂടുതലും ഈ പറയുന്ന ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ബാങ്കുകൾ ഇത് ആവശ്യപ്പെടാറുണ്ട്. കാരണം ആ എമൗണ്ട് കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള കൺസ്ട്രക്ഷൻ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്കത് ഡിമാൻഡ് ചെയ്യാം, കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന് പറയാം. പിന്നെ ചില ബാങ്കുകൾ എന്തുകൊണ്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ലോണുകൾ എപ്പോഴും കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലോണിനും കൊളാറ്ററൽ സെക്യൂരിറ്റി ഉള്ള ലോണിനും അതിൻ്റെ പലിശയിൽ വേരിയേഷൻ ഉണ്ടാവും. കൊളാറ്ററൽ സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പലിശ കുറച്ച് കുറയാനാണ് കൂടുതലും സാധ്യത. അതുകൊണ്ട് അവർ ചോദിക്കും കൊളാറ്ററൽ ഉണ്ടെങ്കിൽ അത് വെച്ചുകൂടുക, കാരണം ഇതിൽ നിന്ന് ലാഭം കിട്ടുമല്ലോ അത്ര ഇതായിട്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫിനാൻസ് എയ്ഡാണ് ഈ പറയുന്ന മുദ്ര ലോണ്, പിന്നെ PMEGP അങ്ങനെയുള്ള ലോണുകളല്ല, NULM NRLM ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 10 ലക്ഷം രൂപ വരെയുള്ള ലോണിന് അവതരിപ്പിച്ചതിൻ്റെ അകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 5 മുതൽ 10 ലക്ഷം രൂപ വരെ മുമ്പ് ലോൺ എടുത്തിട്ടുള്ള വ്യക്തികൾ കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൂട്ടി 10 ലക്ഷമാക്കി എടുക്കാം. അടുത്തൊരു ലോണായിട്ട് പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഉള്ള സ്ഥാപനം എക്സ്പാൻഷന് വേണ്ടിയോ അടുത്തൊരു ലോണായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്കത് 20 lakh rupees വരാം. കാരണം ബാങ്കിനെ സംബന്ധിച്ചുള്ള കൺവിൻസ്ഡ് ആണ്, കറക്റ്റായിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. സോ ബാങ്കിന് വേറെ റിസ്ക് ഒന്നും ഫാക്ടർ ഇല്ല. പക്ഷേ ഇവിടെ 20 ലക്ഷം രൂപയുടെ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നുണ്ടെങ്കിലും 10ന് മേളിലോട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യമായി വരുമല്ലോ. പക്ഷേ ഇവിടെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലോൺ ആണ് ചില ബാങ്കുകൾ ചെയ്യുന്നത്. അതായത് നമുക്ക് അപ് ടു 1 CR വരെയുള്ള ലോണുകൾക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ചെയ്യാനുള്ള വകുപ്പ് ബാങ്കിനുണ്ട്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു 10 lakh rupeesന് മേളിലോട്ടുള്ള ഇതാണ് വരുന്നത്, ഒരു ലോണാണ്, ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ബാങ്കിന് CGTMSൻ്റെ കീഴിൽ ഒരു നിങ്ങളിൽ നിന്നും ഒരു പ്രോസസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനുവൽ ഒരു പേയ്മെൻറ്റ് പിടിച്ചിട്ട് CGTMSൻ്റെ കീഴിൽ ബാക്കിയുള്ള ലോണ് മാറ്റി തരാൻ പറ്റും. ഇപ്പോൾ പുതിയ സിസ്റ്റം അനുസരിച്ച് ഒരു ലോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ
അത് ചിലപ്പം കൂടുതൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷത്തിനൊക്കെ മേളിൽ 50 ലക്ഷം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 ലക്ഷത്തിന് മേളിൽ അല്ലെങ്കിൽ ഒരു 1 കോടിക്ക് മുതൽ 50 കോടി വരെയുള്ള ലോണുകൾക്കാണെന്നുണ്ടെങ്കിൽ 50%, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോണിന് വേറെ ഡിഫാൾട്ട് ഒന്നും അല്ലെങ്കിൽ 50% വരെ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് ബാക്കി 50% ഈ CGTMS ഹൈബ്രിഡിലായിട്ട് ബാങ്കുകൾ മറ്റു ബാങ്കിൽ നിന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് ഏറ്റെടുക്കുന്നുണ്ട്. അത് നാഷണലൈസ്ഡ് ബാങ്ക് തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഹബ്ബ് വരെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിലേക്ക് വേണ്ടിയുള്ളതൊക്കെ. അപ്പോൾ അത് ഓൾ ഇന്ത്യ ബേസിലുള്ളതാണ്. അത് അവിടെ കിടക്കട്ടെ. മറ്റൊന്ന് നമുക്ക് മുദ്രയെക്കുറിച്ച് സംസാരിക്കാം. മുദ്രയെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഇതിൽ നിന്ന് കുറേ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. സിംഹഭാഗവും എല്ലാവർക്കും ലോൺ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഗൈഡൻസും കൊടുത്ത്, ആ ഗൈഡൻസ് കൊടുത്തിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബാങ്ക് മാനേജറെ കൺവിൻസ് ചെയ്യണം. കൺവിൻസ് ചെയ്ത് കഴിഞ്ഞ് ബാങ്ക് ജെനുവിൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാൻ പറയുമ്പോഴാണ് ഞാൻ കൂടുതലും പ്രോജക്റ്റ് എടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ പ്രോജക്റ്റ് എടുക്കാറില്ല. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത സമയത്ത് അവിടെ ചെന്നിട്ട് അവർക്ക് ബാങ്കിന് എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ചെയ്യുമെന്നുള്ളൊരു തോന്നലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കുറച്ച് കുറയ്ക്കാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഫണ്ടായിട്ടാണ് പോകുന്നത്. മറ്റെല്ലാം നമ്മളുടെ മെഷീനറിയും മറ്റുള്ള ഫർണിച്ചറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റിനെല്ലാം അതിൻ്റെ എത്രയാണോ ലോൺ സാങ്ഷൻ ചെയ്യുന്നത് ആ ലോൺ നേരെ അങ്ങോട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആരുടെ പേരിലാണോ നമ്മൾ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ആ സ്ഥാപനങ്ങൾക്ക് പോകും. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരിൽ ലോൺ വന്നിരുന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് അടച്ചു പോകുമെന്നുള്ളൊരു വിശ്വാസമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ ഈ സംരംഭം മുമ്പോട്ട് പോകത്തില്ല എന്നുള്ളതാണ് ബാങ്കുകളുടെ ഇന്ന് വരെയുള്ള കണ്ടെത്തലുകൾ. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം കേരളത്തിൽ നമുക്കറിയാം മറ്റുള്ള ലോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കൂട്ടായ്മകളുടെ ലോണുകളുണ്ട്. ആ ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് ആ ലോണിൽ നിന്നും എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങി അതിൽ നിന്ന് ലാഭം കൊണ്ട് തിരിച്ച് വീട്ടി മുമ്പോട്ട് പോകുന്നതിന് പകരം ഒരു ലോൺ എടുക്കുക, മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുക്കുന്നത് മറ്റൊരു ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് തിരിച്ചു പോയി കടം വീട്ടാൻ വേണ്ടി ലോൺ എടുക്കുന്ന ആൾക്കാരാണ് ഇന്ന് സിംഹഭാഗം. എസ്പെഷ്യലി അത് ലേഡീസാണ് അതിൻ്റെ അകത്തുള്ള കൂടുതലുള്ളത്. അതിപ്പം മൊബൈൽ ആപ്പ് വഴിയൊക്കെ ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സിബിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ സിബിലിൻ്റെ സ്കോർ കുറയും, ആർക്കും ലോൺ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോൺ പോലും കിട്ടാത്ത രീതിയിൽ വരും. മുദ്ര എന്ന് പറയുന്നത് ശരിക്കും 10 ലക്ഷം രൂപ എന്നുള്ളത് 20 ലക്ഷം ആക്കിയിട്ടുണ്ട്. അപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ്. അടച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് അത് ബാക്കി 20 ആക്കി കൊടുക്കും, വേറെ സംരംഭമായിട്ട് കൊടുക്കാം. അല്ലാത്തവർക്കെല്ലാം മുദ്ര എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് 20 ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല. നമുക്ക് എത്രയാണോ ലോൺ ആവശ്യം, നമ്മളൊരു സംരംഭം തുടങ്ങി മുമ്പോട്ട് പോകാൻ വേണ്ടി എത്ര രൂപയാണോ ആവശ്യം ആ രൂപ അനുസരിച്ച് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്ത് അത് ജെനുവിനായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടുകളും അവിടെ ഉണ്ടാവും. അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ സപ്പോർട്ടൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഉണ്ട്. കാരണം സംരംഭങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് ഒരാൾക്കൊരു ജോലി കിട്ടുക, അയാൾ 2 പേർക്ക് ജോലി കൊടുക്കുമ്പോഴത്തേക്കും ആ 2 പേര് 3 കുടുംബങ്ങൾ, 2, 3, 4, 5 കുടുംബങ്ങളാണ് ഒരു സംരംഭത്തിൽ നിന്നും മുമ്പോട്ട് അവരുടെ ബ്രെഡ് വിന്നിങ് ആയിട്ട് കണ്ട് മുമ്പോട്ട് പോകുന്നതും. അങ്ങനെയുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എന്തെങ്കിലും സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റോ 1, 2 അല്ലെങ്കിൽ 2, 3 എത്രയോ പേരോ അവരുടെ ഇതനുസരിച്ച് ജോലി കൊടുക്കുമ്പോൾ അത്രയും പേരുടെ കുടുംബങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ആ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈം റേറ്റ് കുറയും. കാരണം വേറൊന്നും ചിന്തിക്കേണ്ട വരുമാനം ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ഡിവൈൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിവൈൻ പ്രോസസ്സാണ് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ആധികാരികമായിട്ടുള്ള വിശ്വാസവും. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റിൻ്റെ സെല്ലൊക്കെ തുടങ്ങി മുമ്പോട്ട് പോകുന്നതും. ആർക്കും വേണ്ടി ഈ പറയുന്ന മുദ്ര അല്ലെങ്കിൽ PMAGP മറ്റുള്ളതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലോ എപ്പോഴും ഏത് സമയത്തും കോൺടാക്റ്റ് ചെയ്യാം. നേരിട്ട് വരുവാണെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്ന് സംസാരിക്കാം. ഈ പറയുന്ന ഗൈഡൻസിനൊന്നും നമ്മൾ പേയ്മെൻ്റ് ഒന്നും അങ്ങനെ മേടിക്കാറൊന്നുമില്ല. പിന്നെ അതിൻ്റെ സർവീസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് ലോണിന് അങ്ങനെയുള്ള ലോൺ ബേസ് ചെയ്തിട്ടുള്ള ലോൺ സർവീസിനുള്ള പേയ്മെൻറ്റ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള പ്രോജക്റ്റും പിന്നെ രജിസ്ട്രേഷനൊക്കെ ഉള്ള സാധാരണ നോർമലായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ എല്ലാം മേടിക്കാറുണ്ട്. അതിൻ്റേതായിട്ടുള്ള, കാരണം ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോയി ഞാനൊരു സംരംഭകനാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് മുദ്ര എന്നുള്ളത് 20 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞവർക്കാണ് ഈ 20 ലക്ഷം ആക്കിയത്. അത് അടുത്ത പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥാപനം എക്സ്പാൻഷന് വേണ്ടിയോ മനസ്സിലായി നമുക്ക് മുമ്പോട്ട് പോകാമെന്നും, പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആലോചിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് പുതിയ സംരംഭങ്ങൾ ചെയ്യുക എന്നുള്ളതുമാണ് എൻ്റെ നിങ്ങളോട് പറയാനുള്ള കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുദ്രയെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവുക. മുദ്രയ്ക്ക് പ്രത്യേകിച്ച് സബ്സിഡി ഒന്നും ഉണ്ടാവത്തില്ല, PMAGP കണക്ക്. പക്ഷേ ലോണിനെ സംബന്ധിച്ചോളം മുദ്ര പെട്ടെന്ന് കിട്ടാനും
ബാങ്ക് മാനേജർക്ക് കൺവിൻസ് ആവണം, അടയ്ക്കാതിരിക്കരുത്, കറക്റ്റായിട്ട് അടച്ചു പോകണം. എങ്കിലേ അടുത്ത ഒരു ഫാമിലിയിലെ മറ്റു കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസ ലോണിന് പോലും എലിജിബിലിറ്റി ഉണ്ടാവത്തുള്ളൂ എന്നും എല്ലാവരും ഓർക്കുക. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.